ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, എല്ലാവർക്കും ശക്തി അക്കാഡമിയിലേക്ക് സ്വാഗതം. സോ 10ാം ക്ലാസ്സിലെ യൂണിറ്റ് ടെസ്റ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ സൗണ്ട് വേവ്സ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നമുക്ക് സൗണ്ട് വേവ്സ് എങ്ങനെ ഡീൽ ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ടായിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ള ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. എന്നാൽ മാത്രം നമ്മൾ കൂടുതലായിട്ടുള്ള വീഡിയോസ് ഇതിലേക്ക് ഇടുകയുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ പറ്റിയത് ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ഈസ് കോൾഡ് ഡാഷ്. അപ്പോൾ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ് ആണ് അല്ലേ. പിന്നെ SI യൂണിറ്റ് ഓഫ് പീരീഡ് ചോദിക്കാം. SI യൂണിറ്റ് ഓഫ് പീരീഡ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. നമ്മൾ സ്മോൾ ലെറ്റർ S വെച്ചിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നത് വാട്ട് ഈസ് കോൾഡ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്നാൽ എന്ത്? അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻ ടേക്കൺ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ നടന്നു, മീൻസ് ഒരു പെൻഡുലം എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൂ ആൻഡ് ഫ്രോ മോഷൻ സംഭവിച്ചു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ സൈക്കിൾസ് നമ്മൾ പറയും അല്ലേ. ഓക്കെ, ഇനി ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഹേർട്സ് ആണ് അല്ലേ. HZ വെച്ചാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നൊരു കാര്യം, വെൻ ലെങ്ത് ഓഫ് പെൻഡുലം ഇൻക്രീസസ്. ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത് നമ്മൾ ഇൻക്രീസ് ചെയ്താൽ, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന സ്ട്രിങ് ഉണ്ടല്ലോ, ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡിൻ്റെ നമ്മൾ ലെങ്ത് നീളം കൂട്ടിക്കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി എന്തായിപ്പോൾ ഡിക്രീസ് ആയിപ്പോൾ. അത് വൈസ് വേഴ്സയാണ്. വൈസ് വേഴ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എടുത്തിരിക്കുന്ന പെൻഡുലത്തിൻ്റെ ലെങ്ത് നമ്മൾ കുറച്ചാൽ ഫ്രീക്വൻസി എന്താവും? ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഫ്രീക്വൻസിയുടെ എന്താണ് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, F is equal to 1/T. അപ്പോൾ നിങ്ങളോട് ഫ്രീക്വൻസി കാണാൻ പറഞ്ഞാൽ 1/T ചെയ്താൽ മതി. ഇതിൽ പീരീഡ് ഇൻക്രീസ് ആകുമ്പോൾ ഫ്രീക്വൻസി ഡിക്രീസ് ആകും, അതേപോലെ തന്നെ പീരീഡ് ഡിക്രീസ് ആകുമ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ആകും. ആ ഒരു കാര്യം കൂടി പഠിച്ചു വെക്കാം. ഒന്നുകൂടി പറയാം, പീരീഡ് ഇൻക്രീസ് ആകുമ്പോൾ ഫ്രീക്വൻസി ഡിക്രീസ് ആകും, അതേപോലെ പീരീഡ് ഇൻക്രീസ് ആകുമ്പോൾ ഫ്രീക്വൻസി ഡിക്രീസ് ആകും. ഓക്കെ, അതായത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലേ. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പീരീഡ് ഡിക്രീസ് ആകും എന്നുള്ള കാര്യം പഠിച്ചു വെക്കാം. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി. നാച്ചുറൽ ഫ്രീക്വൻസിനെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്റ്റ് ചെയ്യുന്നത്? ഒന്ന് ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലേ, നമ്മൾ എടുത്തിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത്, അതേപോലെ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിൻ്റെ സൈസ്, അതേപോലെ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി. ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫ്രീക്വൻസി ഓഫ് സിമ്പിൾ പെൻഡുലം ഈസ് 1 ഹേർട്സ്. ഇവിടെ കൊടുത്ത എന്താണ്? ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 1 ഹേർട്സ് ആണ് തന്നിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ പീരീഡ്? നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം. പീരീഡ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? F is equal to 1/T ആണ്. നമുക്ക് എന്താ തന്നത്? ഫ്രീക്വൻസി തന്നത് 1. അപ്പോൾ 1 is equal to 1/T വരും. ഇനി 1/Tയിലുള്ള 1 നമ്മൾ ഇപ്പുറത്തോട്ടേക്ക് കൊണ്ടുവന്നാലോ, LHSൽ കൊണ്ടുവന്നാൽ എന്തായിട്ട് മാറും? 1/1 ആയിട്ട് മാറും. ഇറ്റ് മീൻസ് 1/1 ആണ്. അപ്പോൾ ടൈം നമുക്ക് എത്ര കിട്ടി? 1 സെക്കൻഡ് നമുക്ക് കിട്ടി. നോക്ക്, ഈ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. കൃത്യമായിട്ട് എൻ്റെ ട്യൂഷൻ സെൻറ്റർ ശക്തി അക്കാഡമിയിൽ വന്ന് പഠിക്കുന്നവർക്ക് മാത്രമേ എനിക്ക് തോന്നുന്നത് ഈ ഒരു എന്താ പറയുക 1/T എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവുക. ഇനിയല്ല, നിങ്ങൾ വേറെ ട്യൂഷൻ സെൻറ്ററിൽ പോകുന്ന പിള്ളേരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ കാണുന്നതിൻ്റെ മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്നാൽ മാത്രം നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് മനസ്സിലാവുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോയാൽ ഓക്കെ, നിങ്ങൾക്കൊരു 20ൽ 15 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് വാങ്ങാൻ പറ്റും. എന്നാൽ കൂടി കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോകാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം ഇത് 1 ഷോട്ട് വീഡിയോ ആണ്, ഡീറ്റെയിൽഡ് വീഡിയോ അല്ല. ഓക്കെ, ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. ഞാൻ ഓരോ ബോർഡിൽ ഓരോ ആക്ടിവിറ്റീസ് ചെയ്ത് ഓരോ പ്രോബ്ലംസിന് ആൻസർ ചെയ്ത് കാണിച്ചൊക്കെ വീഡിയോസ് ഉണ്ട്. ഓക്കെ, അവൈലബിൾ ആണ്. പിന്നെ ഇത് പെൻഡുലം ടേക്ക് 0.5 സെക്കൻഡ്. ഇനി ഇവിടെ വേറെ ക്വസ്റ്റ്യൻ വന്നു, പെൻഡുലത്തിൻ്റെ സമയം 0.5 സെക്കൻഡ് ആണ്. കംപ്ലീറ്റ് 1 ഓസിലേഷൻ. വാട്ട് ഇസ് ദ ഫ്രീക്വൻസി? ഒരു ഓസിലേഷൻ ചെയ്യാൻ 0.5 സെക്കൻഡ് എടുത്തു. എത്ര? ഒരു ഓസിലേഷൻ ചെയ്യാൻ 0.5 സെക്കൻഡ് എടുത്തു. എന്നാൽ ഫ്രീക്വൻസി എന്തായിരിക്കും? വീണ്ടും അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? F is equal to 1/T. F is equal to 1/Tയിൽ T, അതായത് ടൈം നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നത്? 0.5 സെക്കൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1/0.5 ചെയ്തു. സ്വാഭാവികമായിട്ട് നമുക്ക് 1/0.5 നമുക്ക് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലും നമ്മൾ × 10 ചെയ്യും. അപ്പോൾ ന്യൂമറേറ്ററിൽ 1 × 10 10, 0.5 × 10 5 തന്നെ ആയിരിക്കും. അപ്പോൾ 10/5 എത്രയാണ്? 2 ആണ്. അപ്പോൾ 2 ഹേർട്സ് ആയിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി.
പിന്നെ ഇവിടെ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് ദാറ്റ് റിക്വയർ മീഡിയം, വേവ് ദാറ്റ് ഡു നോട്ട് റിക്വയർ മീഡിയം. മീഡിയം റിക്വയർ ആയിരിക്കുന്നതിൻ്റെ എക്സാമ്പിൾസും മീഡിയം റിക്വയർ ആവാത്തതിൻ്റെ എക്സാമ്പിൾസും. അപ്പോൾ മീഡിയം റിക്വയർ ആവണം എന്ന് ഉള്ള ചില എക്സാമ്പിൾസ് ആണ് സെസമിക് വേവ്സ്, സൗണ്ട് വേവ്സ്, അതേപോലെ തന്നെ എന്താണ് വാട്ടർ വേവ്സ്. ഇനി അടുത്തൊരു എക്സാമ്പിളായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ്സ് ദാറ്റ് ഡു നോട്ട് റിക്വയർ മീഡിയ നമുക്ക് ആവശ്യമില്ലാത്ത ഏതൊക്കെയാണെന്ന് ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്. ഏതൊക്കെയാണ് ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ് അല്ലേ? അത് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കണമെങ്കിൽ റേഡിയോൻ്റെ R, മൈക്രോൻ്റെ M, ഇൻഫ്രാൻ്റെ I, അതായത് RMI, ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട്. അതേപോലെ സെസമിക്, സൗണ്ട്, വാട്ടർ, അതിലെന്താണ് SWS അല്ലെങ്കിൽ SSW, അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചാലും മതി. ജസ്റ്റ് ഒരു നിങ്ങളെ ട്രിക്ക് ഉപയോഗിച്ചിട്ട് പഠിക്കാം, അത്രയേ ഉള്ളൂ ഫിസിക്സ്. പിന്നെയോ ഒരു ട്യൂണിങ് ഫോക്ക് എക്സൈറ്റ് ചെയ്തു, മീൻസ് അതിനെ നമ്മൾ മുട്ടി. എക്സൈറ്റിന് അർത്ഥം തന്നെയാണ് മുട്ടി. എത്രയിൽ? 512 ഹെർട്സിൽ. അതിൻ്റെ ഫിനോമിന എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. കഴിഞ്ഞു. ഇനി SI യൂണിറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്താണ്? മീറ്ററാണ്. M വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ വരച്ചിട്ടുണ്ടെങ്കിൽ കാണോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ഇവിടെ കാണുന്നുണ്ട് ഒരു വേവ് ഉണ്ട്. ഈ വേവിന് ഈ മാക്സിമം ഹൈറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് അത്ര വലിയ മഞ്ചുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ യൂട്യൂബ് ചാനൽ. അതുകൊണ്ട് എന്ത് ചെയ്യുക, എന്നെ മോട്ടിവേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ എന്നെ കൂടെ നിൽക്കാം. മെല്ലെ 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 എല്ലാം മാറിക്കൊണ്ട് പോവുകയായിരിക്കും. ഓക്കെ, സോ ഇതിലും ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് പറയുന്നത് അല്ലേ? മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, അവിടെയുള്ള മാക്സിമം ഹൈറ്റ് ആയിരിക്കും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലേ? അതേപോലെ തന്നെ ഒരു വേവ് തന്നാൽ മുകളിലിരിക്കുന്ന ഭാഗം എപ്പോഴും ക്രസ്റ്റ് ആയിരിക്കും, അടിയിലിരിക്കുന്ന ഭാഗം എപ്പോഴും എന്തായിരിക്കും? ട്രഫ് ആയിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അത് ഓർത്ത് വെച്ചോളാം. ഓക്കെ, അതേപോലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എപ്പോഴും 0 ആയിരിക്കും. ഇനി ചോദിക്കാം, വാട്ട്